ഹായ് ഫ്രണ്ട്സ്, എവർഗ്രീൻ ഇംഗ്ലീഷിലേക്ക് സ്വാഗതം. ഗ്രാമർ സീരീസിലൂടെ ടെൻസുകളാണ് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രസന്റ് ടെൻസുകൾ 4 തരമുണ്ട് എന്ന് നമ്മൾ പഠിച്ചു. ഇതിനകം തന്നെ സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ് കഴിഞ്ഞ അധ്യായങ്ങളിലൂടെ നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. Today we are going to discuss present perfect continuous. Present perfect continuous അറിയേണ്ടതെല്ലാം ഈ അധ്യായത്തിലൂടെ പരിചയപ്പെടുത്തുകയാണ്. വീഡിയോ മുഴുവനും കാണുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുള്ള ചോദ്യങ്ങൾ പരിശീലിക്കൂ. ഡിയർ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ please share and subscribe. Let's see what is present perfect continuous. Present perfect continuous പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ അറിയേണ്ടത് what is present perfect continuous. Present perfect continuous എന്താണ്? What is present perfect continuous? An action started in the past and continuing in the present. An action started in the past. പാസ്റ്റിൽ ആരംഭിച്ച് കണ്ടിന്യൂയിങ് ഇൻ ദി പ്രസന്റ്, ഇപ്പോഴും തുടരുന്ന കാര്യങ്ങൾ പറയുന്നതാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, നമ്മൾ ഈ ടെൻസിൽ ആദ്യം അറിയേണ്ടത് അതാണ് വാട്ട് ഈസ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അടുത്തതായി നമ്മൾ അറിയേണ്ടത് വാട്ട് ഈസ് ദ ഫോർമാറ്റ്. എല്ലാ ടെൻസുകൾക്കും ഒരു ഫോർമാറ്റ് ഉണ്ട്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ ഫോർമാറ്റ് അല്ലെങ്കിൽ സ്ട്രക്ചർ. വാട്ട് ഈസ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്? ഓക്കെ, സബ്ജക്ട് ഹാസ് ബീൻ ഓർ ഹാവ് ബീൻ പ്ലസ് ing ഫോം ഓഫ് ദ വെർബ്. ദാറ്റ് ഇസ് എ സ്ട്രക്ചർ. ഒരു സബ്ജക്ട് ഉണ്ടാകും, ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ ചേർന്ന് വരുന്ന ഒരു വെർബും, അതായത് വെർബിന്റെ ing ഫോം ഓഫ് ദ വെർബ്. സി ആൻ എക്സാമ്പിൾ, ഹി ഹാസ് ബീൻ സ്റ്റഡിയിങ് സിൻസ് ലാസ്റ്റ് ഇയർ. ഹി ഹാസ് ബീൻ സ്റ്റഡിയിങ്. ഇവിടെ നോക്കൂ, ഹി സബ്ജക്റ്റ് ആണ്, ഹാസ് ബീൻ സ്റ്റഡിയിങ്. ഹാസ് ബീൻ സ്റ്റഡിയിങ് സിൻസ് ലാസ്റ്റ് ഇയർ. ലാസ്റ്റ് ഇയർ കഴിഞ്ഞ വർഷം ആരംഭിച്ചതാണ്, ഇപ്പോഴും തുടരുകയാണ്. ഹി ഹാസ് ബീൻ സ്റ്റഡിയിങ്. അനദർ എക്സാമ്പിൾ, ദേ ഹാവ് ബീൻ സ്റ്റഡിയിങ് ഫോർ 2 years. അവിടെ ദേ ഹാവ് ബീൻ, ദേ ആയപ്പോൾ സബ്ജക്ട് ദേ ആണ്, ഹാവ് ബീൻ വന്നു. ഹാവ് ബീൻ പ്ലസ് ing ഫോം ഓഫ് ദ വെർബ്, ഹാവ് ബീൻ സ്റ്റഡിയിങ്. കഴിഞ്ഞ വർഷം 2 വർഷം മുമ്പ് ആരംഭിച്ചതാണ്, ഇപ്പോഴും തുടരുകയാണ്. ഓക്കെ, എന്നാൽ ഇവിടെ നമ്മൾ നെക്സ്റ്റ് ഈ ടെൻസിൽ അടുത്ത് നമ്മൾ അറിയപ്പോൾ നമ്മൾ പറഞ്ഞു, അതിന്റെ ഫോർമാറ്റ് പഠിച്ചു. അടുത്ത എന്താണ്, ഇതിൽ എത്ര തരം വെർബ്സ് ഉണ്ട്, ഹൗ മെനി ടൈപ്സ് ഓഫ് വെർബ്സ്. ഇവിടെ നമ്മൾ കണ്ടു വെർബ്സുകൾ 2 തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? ഹാസ് ബീൻ പ്ലസ് ing, അതുപോലെ ഹാവ് ബീൻ പ്ലസ് ing. ഓക്കെ, നമ്മൾ ഇവിടെ അറിയേണ്ടത് ഹൗ വി യൂസ് ഇറ്റ്, വേർ വി യൂസ് ഇറ്റ്. Where we use has been plus ing, where we use have been plus ing. Verbs 2 തരം verbs ഉണ്ട്. Verb has 2 forms in present perfect continuous. Which are they? First one, has been plus ing, where we use it when the subject is singular. He, she, it മുതലായ singular subject വരുമ്പോൾ has been plus ing form ഉപയോഗിക്കുന്നു. See an example. She has been waiting for 2 hours. 2 മണിക്കൂർ മുമ്പ് ആരംഭിച്ചതാണ്, തുടങ്ങിയതാണ്, ഇപ്പോഴും തുടരുന്നു. ഹാസ് ബീൻ വെയിറ്റിംഗ്. അവിടെ ഹാസ് ബീൻ നോക്കൂ, സിംഗുലർ സബ്ജക്റ്റ് ആണ്. ഹി ഹാസ് ബീൻ വർക്കിംഗ് ഇൻ ദുബായ് സിൻസ് 2010. 2010 ആരംഭിച്ചതാണ്, ഇപ്പോഴും അവിടെ വർക്ക് ചെയ്യുകയാണ്. ഹാസ് ബീൻ വർക്കിംഗ്. ദാറ്റ് ഇസ് സിംഗുലർ സബ്ജക്റ്റ്. മറ്റൊരു ഫോം കൂടിയുണ്ട്, ഹാവ് ബീൻ പ്ലസ് ing. Where we use have been plus ing when the subject is plural. Plural സബ്ജക്റ്റുകളായ I, we, you, they. ഇങ്ങനെയുള്ള സബ്ജക്റ്റുകൾ വരുമ്പോൾ നമ്മൾ have been plus ing ഉപയോഗിക്കണം. See an example.
They have been living here since 2018. 2018 തുടങ്ങിയതാണ്, ഇപ്പോഴും അവിടെ താമസിക്കുകയാണ്. I have been working in a bank for 10 years. 10 വർഷം മുമ്പ് ആരംഭിച്ചതാണ്, ഇപ്പോഴും തുടരുകയാണ്, ഇപ്പോഴും അവിടെ വർക്ക് ചെയ്യുകയാണ്. I have been. ഓക്കെ, ഇവിടെ നമ്മൾ മറ്റൊരു കാര്യം മനസ്സിലാക്കി. verbs has two forms, അതായത് has been plus ing സിംഗുലർ, have been plus ing പ്ലൂറൽ. ഓക്കെ, ഇനി നമ്മൾ അറിയേണ്ടത്, നമ്മളിവിടെ രണ്ട് തരം പാർട്ടിസിപ്പിളിനെ പരിചയപ്പെടേണ്ടതുണ്ട്. അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ, പ്രസന്റ് പാർട്ടിസിപ്പിൾ. What is past participle? What is present participle? Let's see past participle. Past participle means third form of the verb. വെർബിന്റെ മൂന്നാമത്തെ രൂപം. It refers to completed action. Action completed. പൂർത്തിയായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുന്നു. Please see an example. Written. നമുക്കറിയാം റൈറ്റ്, റോട്ട്, റിട്ടൺ. തേർഡ് ഫോം ആണ്. സ്പീക്ക്, സ്പോക്ക്, സ്പോക്കൺ. ടേക്ക്, ടുക്ക്, ടേക്കൺ. ഈറ്റ്, ഏറ്റ്, ഈറ്റൺ. കുക്ക്, കുക്ക്ഡ്, കുക്ക്ഡ്. തേർഡ് ഫോം ആണ്. ഈ തേർഡ് ഫോം ഓഫ് ദ വെർബിനെയാണ് നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് വിളിക്കുന്നത്. ഇറ്റ് റെഫേഴ്സ് കംപ്ലീറ്റഡ് ആക്ഷൻസ്. സീ ആൻ എക്സാമ്പിൾ. ഐ ഹാവ് കുക്ക്ഡ് ഡിന്നർ. ഐ ഹാവ് കുക്ക്ഡ് ഡിന്നർ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ഒന്ന് നോക്കൂ. ഐ കുക്ക്ഡ് ഇൻ ദി പാസ്റ്റ്. അത് കുക്ക് ചെയ്ത് കഴിഞ്ഞു. പിന്നെ എന്താണ്? നൗ ഇറ്റ് ഈസ് റെഡി. ഇപ്പോൾ നമുക്ക് കഴിക്കാൻ പാകമായിരിക്കുകയാണ്. ആക്ഷൻ ഇപ്പോഴും അതെന്താണ്? ഇഫക്റ്റ് ഉണ്ട്. അത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. നോക്കൂ, ഐ കുക്ക്ഡ് ഇൻ ദി പാസ്റ്റ്. ഐ ഹാവ് കുക്ക്ഡ് ഡിന്നർ. ആക്ഷൻ കംപ്ലീറ്റഡ് ആണ്. അതേസമയം നോക്കൂ, വാട്ട് ഈസ് പ്രസന്റ് പാർട്ടിസിപ്പിൾ? വാട്ട് ഈസ് പ്രസന്റ് പാർട്ടിസിപ്പിൾ? പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞാൽ വെർബിനോടുകൂടി ing ചേർന്ന രൂപമാണ്. വെർബ് വിത്ത് ing ഫോം. ദാറ്റ് ഈസ് വാട്ട് ഈസ് പ്രസന്റ് പാർട്ടിസിപ്പിൾ. ഇത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഇറ്റ് റെഫേഴ്സ് ടു ആക്ഷൻ കണ്ടിന്യൂയിങ്. തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തികളെ സൂചിപ്പിക്കുന്നതാണ് പ്രസന്റ് പാർട്ടിസിപ്പിൾ. ing ഫോം കാണുമ്പോഴേ നമ്മൾ ഓർക്കുക, പ്ലീസ് റിമെമ്പർ ആക്ഷൻ കണ്ടിന്യൂയിങ്. ഓക്കെ, സി എക്സാമ്പിൾ. റൈറ്റ്, writing. Speak, speaking. Take, taking. Eat, eating. Cook, cooking. ഇതെല്ലാം പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ്. ഇതെല്ലാം എന്ത് സൂചിപ്പിക്കുന്നു? They refer action continuing. Okay, see an example. I have been cooking dinner. I have been cooking dinner എന്ന് പറഞ്ഞാൽ മലയാളം എന്താണ്? നമുക്ക് അതിന്റെ അർത്ഥം നോക്കാം. I started cooking in the past. Continuing in the present. കുക്ക് ചെയ്യാൻ തുടങ്ങിയത് കഴിഞ്ഞ സമയത്താണ്, ഇപ്പോഴും കുക്കിംഗ് തീർന്നിട്ടില്ല. ആക്ഷൻ കണ്ടിന്യൂയിങ്. അതാണ് എന്റെ അർത്ഥം. ഐ ഹാവ് ബീൻ കുക്കിംഗ് ഡിന്നർ. ഓക്കെ, ഇനി നമ്മൾ അറിയേണ്ടത് സിമ്പിൾ പ്രസന്റിലുള്ള ഒരു വെർബിനെ പ്രസന്റ് പാർട്ടിസിപ്പിളിലേക്ക്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ. റൈറ്റ്സ്. റൈറ്റ്സ് സിംഗുലർ ആണ്. അത് പ്രസന്റ് പെർഫെക്റ്റ് ആയപ്പോൾ എന്തായി? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയപ്പോൾ എന്തായി മാറുന്നു? ഹാസ് ബീൻ പ്ലസ് റൈറ്റിംഗ്. റൈറ്റ് ആവുമ്പോഴോ പ്ലൂറൽ ആണ്. ഹാവ് ബീൻ പ്ലസ് റൈറ്റിംഗ്. ഇവിടെ നോക്കൂ, ഗോസ്. ഹാസ് ബീൻ ഗോയിങ്. ഹാസ് ബീൻ ഗോയിങ്. ഗോ ആയാലോ ഹാവ് ബീൻ ഗോയിങ്. റീഡ്സ് സിംഗുലർ ആണ്. ഹാസ് ബീൻ റീഡിങ്. ഹാവ് റീഡ് എന്താവുന്നു? ഹാവ് ബീൻ റീഡിങ്. റീഡ് പ്ലൂറൽ ആണ്. അതുപോലെ നോക്കൂ, വർക്ക്സ് എന്തായി മാറുന്നു? ഹാസ് ബീൻ വർക്കിംഗ്. വർക്ക് എന്തായി മാറുന്നു? ഹാവ് ബീൻ വർക്കിംഗ്. കുക്സ് എന്താകുന്നു? കുക്സ് സിംഗുലർ ആണ്. ഹാസ് ബീൻ കുക്കിംഗ്. കുക്ക് പ്ലൂറൽ ആണ്. ഹാവ് ബീൻ കുക്കിംഗ്. ഇങ്ങനെ പ്രസന്റ്, സിമ്പിൾ പ്രസന്റിലുള്ള ഒരു വെർബിനെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റാൻ നമ്മൾ ഹാസ് ബീനോ ഹാവ് ബീന്റെ കൂടെ ing ഫോം ചേർത്താൽ മതി. നമ്മൾ ഇനി അറിയേണ്ടത് ഈ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലുള്ള വാചകങ്ങളെ നമുക്ക് നെഗറ്റീവിലേക്കും, yes or no ക്വസ്റ്റനിലേക്കും, WH ക്വസ്റ്റനിലേക്കും, ടാഗ് ക്വസ്റ്റനിലേക്കും ഒക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും വളരെ ഈസി ആയിട്ട്. എങ്ങനെയാണെന്ന് നോക്കൂ. ഉദാഹരണത്തിന് യു ഇവിടെ നമുക്ക് ഒരു സെന്റൻസിനെ നെഗറ്റീവ് ആക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഹൗ ടു ചേഞ്ച് ടു നെഗറ്റീവ്. നോക്കൂ, see an example. You have been teaching since 2015. ഇവിടെ have been teaching ആണ് വന്നിരിക്കുന്നത്.
ഇവിടെ നിങ്ങൾ അറിയാം, ഇവിടെ ഒരു ഓക്സിലറി വെർബ് ഉണ്ട്. ആ ഓക്സിലറി വെർബിന്റെ കൂടെ ഒരു നെഗറ്റീവ് വേർഡ്സ് ചേർത്താൽ മതി. അന്നേരം നിങ്ങൾ അറിയണം വിച്ച് ആർ ദ നെഗറ്റീവ് വേർഡ്സ് ഇൻ ഇംഗ്ലീഷ്. നോ, നോർ, നോട്ട്, ഇൻഡ്, നെവർ, നെയ്തർ, ഇതെല്ലാം നെഗറ്റീവ് വേർഡ്സ് ആണ്. അതുപോലെ റെയർലി, ഹാർഡ്ലി, ബെയർലി, സ്കേഴ്സ്ലി, സെൽഡം, ലിറ്റിൽ, ഫ്യൂ, ഇതെല്ലാം നെഗറ്റീവ് വേർഡ്സ് ആണ്. ഓക്സിലറി വെർബിന്റെ കൂടെ ഒരു നെഗറ്റീവ് വേർഡ്സ് ചേർത്താൽ അത് നെഗറ്റീവ് ആകും. ഇവിടെ ഹാവ് ആണ് ഓക്സിലറി. ആ ഹാവിന്റെ കൂടെ നമ്മൾ എന്ത് ചേർക്കുന്നു? ഇൻഡ് ചേർക്കുന്നു. എന്ത് വരുന്നു? ഹാവിൻഡ് ബീൻ. യു ഹാവ് ബീൻ ടീച്ചിങ് എന്തായി മാറുന്നു? യു ഹാവിൻഡ് ബീൻ ടീച്ചിങ്. ഓക്കെ, ദേ ഹാവ് ബീൻ ഫൈറ്റിംഗ്. ഹാവ് എന്ന് പറയുന്ന ഓക്സിലറി ഉണ്ട്, നമ്മൾ അതിന്റെ കൂടെ എന്ത് ചേർക്കുന്നു? ഇൻഡ് ചേർക്കുന്നു. എന്തായി മാറുന്നു? ഹാവിൻഡ് ബീൻ ഫൈറ്റിംഗ്. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ. ഹി ഹാസ് ബീൻ ലിവിംഗ് ഹിയർ ഫോർ 10 years. ഇവിടെ ഓക്സിലറി ഹാസ് ഉണ്ട്. ആ ഹാസിന്റെ കൂടെ നമ്മൾ നെഗറ്റീവ് വേർഡ്സ് ചേർക്കുന്നു. ഏതാ നെഗറ്റീവ് വേർഡ്സ്? ഇൻഡ്. ഹാസ്ന്റ് ബീൻ ലിവിംഗ്. ഹാസ് ബീൻ ലിവിംഗ്, ഹാസ്ന്റ് ബീൻ ലിവിംഗ്. വെരി സിമ്പിൾ. ഓക്സിലറി വെർബിന്റെ കൂടെ ഇൻഡ് ചേർത്ത് കൊടുത്താൽ മതി. ഇവിടുത്തെ ഓക്സിലറി വെർബ് ഒന്നുകിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ് ആണ്. നെഗറ്റീവ് വേർഡ്സ് ഇൻഡുമാണ്. ഇതുപോലെ ഇതേ സെന്റൻസ് ടെൻസിലുള്ള വാചകങ്ങളെ നമുക്ക് യെസ് ഓർ നോ ക്വസ്റ്റ്യനിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഹൗ ടു ചേഞ്ച് ഇറ്റ്? പ്ലീസ് സീ. നോക്കൂ, ഇവിടെ നമ്മൾ ചെയ്താൽ മതി. ഓക്സിലറി വെർബിനെ സെന്റൻസിന്റെ ആദ്യം കൊണ്ടുവന്നാൽ മതി. യു ഹാവ് ബീൻ ടീച്ചിങ് സിൻസ് 2015. ഇതിനകത്തൊരു ഓക്സിലറി വെർബ് ഉണ്ട്. എന്താണ്? ഹാവ്. ഇതിനെ സെന്റൻസിന്റെ ആദ്യം കൊണ്ടുവന്നാൽ മതി. നോക്കൂ, ഹാവ് യു ബീൻ ടീച്ചിങ്. ഇവിടെ ആ ഓർഡർ ചേഞ്ച് ചെയ്തു. സബ്ജക്ട് ഓക്സിലറി എന്നുള്ളത് ഓക്സിലറി സബ്ജക്റ്റിലേക്ക് ചേഞ്ച് ചെയ്യുന്നു. ദിസ് വെരി ഈസി. ഓക്കെ, മനസ്സിലായല്ലോ? നെക്സ്റ്റ് നോക്കൂ. ദേ ഹാവ് ബീൻ ഫൈറ്റിംഗ് ഫോർ ഇയേഴ്സ്. ഇവിടെയും ഓക്സിലറി ഉണ്ട്, അതിനെ നമ്മൾ ആദ്യം കൊണ്ടുവരുന്നു. വാട്ട് ഈസ് ഓക്സിലറി? ഹാവ് ആണ്. ഹാവിൽ വെച്ച് ആരംഭിക്കും. ഹാവ് ദേ ബീൻ ഫൈറ്റിംഗ്. ഹാവ് ദേ ബീൻ ഫൈറ്റിംഗ്? യെസ്. യെസ് they have. No, they haven't. See another example please. He has been living here for 10 years. Auxiliary ഉണ്ട്. ഏതാണ്? has. has ആദ്യം കൊണ്ടുവരുന്നു. എന്ത് വരുന്നു? Has he been living here for 10 years? Has he been living here? Yes, he has. No, he hasn't. That is okay. നെക്സ്റ്റ് നോക്കൂ. ഇങ്ങനെയുള്ള സെന്റൻസ് ഈ വാചകങ്ങളെ നമുക്ക് WH ക്വസ്റ്റ്യനിലേക്ക് മാറ്റാം. എന്താ WH ക്വസ്റ്റ്യൻസ്? ഒരു ക്വസ്റ്റ്യൻ WH ക്വസ്റ്റ്യൻ വേർഡിൽ ആരംഭിക്കുന്ന സെന്റൻസുകളെയാണ് WH ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഒരു കാര്യം ചെയ്താൽ മതി. ഇതിന്റെ ഓർഡർ ഒന്ന് ചേഞ്ച് ചെയ്താൽ മതി. നോക്കൂ എങ്ങനെയാണെന്ന്. യു ഹാവ് ബീൻ ടീച്ചിങ്. ഇവിടെ നമുക്കറിയാം സെന്റൻസ് ആരംഭിച്ചിരിക്കുന്ന സബ്ജക്റ്റിലാണ്. സബ്ജക്റ്റ് യു ആണ്. ദെൻ ഹാവ് എന്ന് പറയുന്ന ഓക്സിലറി ഉണ്ട്, അത് നമുക്കറിയാം. യു ഹാവ്. നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ഓർഡർ എങ്ങനെ മാറ്റണം? ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ഓക്സിലറി സബ്ജക്റ്റ് ആയി മാറ്റണം. എന്നിട്ട് ബാലൻസ് എഴുതണം. ആദ്യമേ ഒരു ക്വസ്റ്റ്യൻ വേർഡ് എഴുതണം, അതിനുശേഷം ഒരു ഓക്സിലറി എഴുതണം, അതിനുശേഷം എന്താണ്? സബ്ജക്റ്റ്, ബാലൻസ് എന്ന ഓർഡറിൽ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ക്വസ്റ്റ്യൻ വേർഡ് ഓരോ സെന്റൻസിനും സ്യൂട്ടബിൾ ആയ ഓരോ ക്വസ്റ്റ്യൻ വേർഡ് ചേർത്താൽ മതി. സി ആൻ എക്സാമ്പിൾ. ഇവിടെ നോക്കൂ, ഒരു എക്സാമ്പിൾ നോക്കൂ. യു ഹാവ് ബീൻ ടീച്ചിങ്. ഇവിടെ എന്താ? സിൻസ് 2015 എന്ന ഒരു വേർഡിനെ കുറിച്ച് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കണം. സിൻസ് 2015 ആണെന്ന് ഇവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. സിൻസ് ഫോർ എപ്പോഴും പീരീഡ് ഓഫ് ടൈമിനെ കുറിക്കുന്നു. പീരീഡ് ഓഫ് ടൈമിനെ കുറിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡ് ഹൗ ലോങ് ആണ്. സെന്റൻസിന്റെ ആദ്യം ഹൗ ലോങ് എഴുതുന്നു, അതിനുശേഷം ഓക്സിലറി എഴുതുന്നു, ദെൻ സബ്ജക്റ്റ് എഴുതുന്നു. ഹൗ ലോങ് ഹാവ് യു ബീൻ ടീച്ചിങ്? ദാറ്റ് ഈസ് ഓക്കെ. Another example please see. They have been fighting for 10 years. ഇവിടെ സബ്ജക്റ്റ് ദേ ആണ്. ആ ദേയെ കുറിച്ചാണ് നമ്മൾ ചോദിക്കേണ്ടത്. സബ്ജക്റ്റിനെ കുറിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാൻ നമ്മൾ വേറൊന്നും ചെയ്യണ്ട. സബ്ജക്റ്റിനെ മാറ്റിയിട്ട് അത് പേഴ്സൺ ആണെങ്കിൽ അവിടെ ഹൂ ചേർത്താൽ മതി. ഇവിടെ ദേ എന്ന് പറയുന്നൊരു പേഴ്സൺ ആണ്, അതുകൊണ്ട് നമ്മൾ ഹൂ ചേർത്തു. ബാക്കി അതുപോലെ എഴുതുന്നു. ഹൂ ഹാവ് ബീൻ ടീച്ചിങ്, ഹൂ ഹാവ് ബീൻ ഫൈറ്റിംഗ്, ഹൂ ഹാവ് ബീൻ സ്റ്റഡിങ്, ഇങ്ങനെയൊക്കെ ചോദിക്കാം. നോക്കൂ, അനദർ എക്സാമ്പിൾ. ഹി ഹാസ് ബീൻ ലിവിംഗ് ഹിയർ ഫോർ 10 years.
നോക്കൂ, 10 വർഷം മുമ്പ് ആരംഭിച്ചതാണ്, ഇപ്പോഴും തുടരുകയാണ്. അതാണ് അതിന്റെ അർത്ഥം. ഹി ഹാസ് ബീൻ ലിവിങ്. ഇവിടെ ഹിയർ എന്ന വേർഡാണ് നമുക്ക് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. അതിനനുയോജ്യമായ ഒരു ക്വസ്റ്റ്യൻ വേർഡ് കണ്ടെത്തുക. വേറാണ് അവിടെ ഹിയർ എന്ന് പറഞ്ഞാൽ സ്ഥലത്തെ കുറിക്കുന്നു. സ്ഥലത്തെ കുറിക്കാൻ നമ്മൾ വേറെ എടുക്കുന്നു. ആദ്യം വേറെ വെക്കുന്നു, ഓക്സിലറി എഴുതുന്നു, സബ്ജക്റ്റ് എഴുതുന്നു, ബാലൻസ് എഴുതുന്നു. വേർ ഹാസ് ഹി ബീൻ ലിവിങ്? വേർ ഹാസ് ഹി ബീൻ ലിവിങ്? ഓക്കെ, ഇങ്ങനെ വളരെ ഈസി ആയി നമുക്ക് ഈ സെന്റൻസുകളെ നെഗറ്റീവായും യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയും അതിന്റെ ആൻസർ ആയും W2 ക്വസ്റ്റ്യൻ ആയും ഒക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നത് വേർ വി യൂസ് ഇറ്റ്. വാട്ട് ആർ ദ ഇമ്പോർട്ടന്റ് യൂസസ് ഓഫ് ദിസ് ടെൻസ്? നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഉപയോഗമാണ് ആക്ഷൻ സ്റ്റാർട്ടഡ് ഇൻ ദി പാസ്റ്റ് കണ്ടിന്യൂയിങ് ഇൻ ദി പ്രസന്റ്. കഴിഞ്ഞ ഒരു സമയത്ത് ആരംഭിച്ച് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ പറയണം. ദാറ്റ് ഇസ് എ റൂൾ. See an example. We have been working in a company for 10 years. We have been working. ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് 10 years ago. That's a point. He has been playing cricket since he was a child. അയാൾ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നു മുതൽ? He was a child. Since he was a child. കുട്ടിക്കാലം മുതൽ ക്രിക്കറ്റ് കളിക്കുന്നയാളാണ് അയാൾ. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നു. ദാറ്റ് ഇസ് എ പോയിന്റ്. അനദർ എക്സാമ്പിൾ, ഐ ഹാവ് ബീൻ ലിവിംഗ് ഇൻ ദിസ് വില്ലേജ് ഫോർ 10 years. ഐ ഹാവ് ബീൻ ലിവിംഗ് ഫോർ എന്ന് സ്റ്റാർട്ട് ചെയ്തു, സ്റ്റാർട്ടഡ് 10 years before. Still he is living there. I am living there. That is a point. വേറൊരു യൂസ് ആണ് ഈ എക്സ്പ്രസ് റിപ്പീറ്റഡ് ആക്ഷൻ അപ് ടു നൗ. ഇപ്പോഴും റിപ്പീറ്റ്, നേരത്തെയും റിപ്പീറ്റ് ചെയ്യുന്ന ആ പ്രവൃത്തി ഇപ്പോഴും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നോക്കൂ, ഷീ ഹാസ് ബീൻ ഗോയിങ് ടു ഈവനിങ് ക്ലാസ്സസ്. കുറെ നാളുകളായി ഈവനിങ് ക്ലാസ്സിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഈവനിങ് ക്ലാസ്സിന് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഹാസ് ബീൻ ഗോയിങ്. സീ ലെവൽ ഹാസ് ബീൻ റൈസിങ്. സീ ലെവൽ ഉയർന്ന്, എന്താണ്? കടൽ നിരപ്പ്. ലെവൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? റൈസിങ്. ഹാസ് ബീൻ റൈസിങ്. നേരത്തെയും ഇങ്ങനെയായിരുന്നു, ഇപ്പോഴും എന്ത് ചെയ്യുന്നു? റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് ഓൾ മോർണിംഗ്. ഇറ്റ് ഈസ് റിപ്പീറ്റിംഗ്. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് ഓൾ മോർണിംഗ്. ദാറ്റ് ഇസ് എ പോയിന്റ്. വേറൊരു യൂസ് ആണ് ആക്ഷൻ സ്റ്റാർട്ടഡ് ഇൻ ദി പാസ്റ്റ് റീസെന്റ്ലി ഫിനിഷ്ഡ്. നേരത്തെ ആരംഭിച്ചതാണ്, ഇപ്പോൾ റീസെന്റ് ആയിട്ട് ജസ്റ്റ് ബിഫോർ അങ്ങോട്ട് ഫിനിഷ് ആവുന്നു. എക്സാമ്പിൾ നോക്കൂ, ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു. ഞാൻ താങ്കളെ കാത്തിരിക്കുകയായിരുന്നു. നേരത്തെ എത്രയോ നാളുകളായി ഞാൻ കാത്തിരിക്കുന്നു, ഇപ്പോൾ ഇതാ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു. തേടിയ വള്ളി കാലിക്കുറ്റിയിരിക്കുന്നു. അതാണ് ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു. ഇപ്പോൾ നിങ്ങളെ കണ്ടപ്പോൾ എന്റെ വെയിറ്റിംഗ് ഇവിടെ ഫിനിഷ് ആയിരിക്കുന്നു എന്നാണ് ഒരു സെൻസ് വരുന്നത്. വി ഹാവ് ബീൻ ലുക്കിംഗ് ഫോർ യു. ഞങ്ങൾ താങ്കളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇതാ നിങ്ങൾ നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നു. അതാണ് വി ഹാവ് ബീൻ ലുക്കിംഗ് ഫോർ യു. ജസ്റ്റ് ഫിനിഷ്ഡ്. ഹി ഹാസ് ബീൻ സ്ലീപ്പിംഗ് സിൻസ് മോർണിംഗ്. പ്രഭാതം മുതൽ ചേഞ്ച് ചെയ്തുകൊണ്ട് ഉറങ്ങിക്കൊണ്ടേയിരിക്കും. പ്രഭാതം തൊട്ടേ ഉറങ്ങുമായിരുന്നു. ജസ്റ്റ് അങ്ങോട്ട് എഴുന്നേറ്റതേ ഉള്ളൂ എന്ന് പറയാൻ വേണ്ടി അങ്ങനെ സൂചിപ്പിക്കുക. അതുപോലെ നമുക്ക് ചില ഈ ടെൻസിൽ കാണപ്പെടുന്ന ചില പദങ്ങളുണ്ട്, ചില എക്സ്പ്രഷൻസ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കൂ. യു ഹാവ് ബീൻ സ്റ്റഡിങ് ഫോർ 3 hours. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ കാണപ്പെടുന്ന ഒരു ടൈം വേർഡ് ആണ് ഫോർ. മറ്റൊന്നാണ് സിൻസ്. ഓക്കെ, please see an example. You have been studying for 3 hours. 3 മണിക്കൂർ മുമ്പ് സ്റ്റാർട്ട് ചെയ്യൂ. I have been studying since 5 AM. 5 മണി മുതൽ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. It has been raining all day. All day it has been raining. പകൽ മുഴുവനും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. All day, all night, all morning, all evening, all afternoon. ഇങ്ങനെയൊക്കെയുള്ള എക്സ്പ്രഷൻസ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ ഉപയോഗിക്കാറുണ്ട്. പ്ലീസ് ബി റിമെമ്പർ. ദയവായി നിങ്ങൾ ഇങ്ങനെ ഈ കോമൺ എക്സ്പ്രഷൻസ് ഒന്ന് ഓർത്തിരുന്നാൽ ഈ ടെൻസ് കണ്ടെത്താൻ വളരെ എളുപ്പമായിരിക്കും. അനദർ എക്സാമ്പിൾ നോക്കൂ. യു ഹാവ് ബീൻ മിസ്സിംഗ് മെനി ക്ലാസ്സസ് ലേറ്റ്ലി. ലേറ്റ്ലി എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ ഉപയോഗിക്കാറുണ്ട്. ദ സെയിം മീനിങ്. Another example, we have been practicing English recently. Recently എന്ന് പറയുന്ന ഒരു കോമൺ എക്സ്പ്രഷനും നമ്മൾ ഈ ടെൻസിൽ ഉപയോഗിക്കാറുണ്ട്.
ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കുക. അതുപോലെ നമ്മൾ ഈ സിൻസും ഫോറും നമ്മളൊന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. വേർ വി യൂസ് സിൻസ്, വേർ വി യൂസ് ഫോർ. ഇത് രണ്ടും ടൈമിനെ സൂചിപ്പിക്കുകയാണ്. എങ്ങനെയുള്ള ടൈം ആണെന്ന് നോക്കൂ. പീരീഡ് ഓഫ് ടൈം ആണെങ്കിൽ നമ്മൾ എന്താ അതിന്റെ മുന്നിൽ ഫോർ ആണ് ഉപയോഗിക്കുക. ഫോർ 10 days. 10 days എന്ന് പറഞ്ഞാൽ ഒരു പീരീഡ് ആണ്. 7 days എന്ന ഒരു വീക്ക് ഒരു പീരീഡ് ആണ്. അങ്ങനെയുള്ള പീരീഡിന്റെ മുന്നിലാണ് നമ്മൾ ഫോർ ഉപയോഗിക്കുക. ഫോർ എ ലോങ് ടൈം, ഫോർ ദി ലാസ്റ്റ് 2 days. 2 days ഒരു പീരീഡ് ആണ്. ഫോർ 2 hours ഒരു പീരീഡ് ആണ്. ഫോർ 3 years ഒരു പീരീഡ് ആണ്. ഫോർ ഓവർ എ പീരീഡ്, പീരീഡിന്റെ മുന്നിൽ വി യൂസ് ഫോർ. ഓക്കെ, നെക്സ്റ്റ് സിൻസ്. സിൻസും ടൈമിനെ കുറിക്കാൻ ഉപയോഗിക്കും. ആ സമയം മുതൽ എന്നാണ് എന്റെ അർത്ഥം. സിൻസ് ഉപയോഗിച്ചാൽ സിൻസ് മോർണിംഗ്, പ്രഭാതം മുതൽ ഇപ്പോഴും എന്നാണ് എന്റെ മീനിങ്. ഓക്കെ, അതുപോലെ നോക്കൂ. സിൻസ് യെസ്റ്റർഡേ, സിൻസ് ക്രിസ്മസ്, സിൻസ് ലാസ്റ്റ് മന്ത്, സിൻസ് 2018, സിൻസ് ഐ കെയിം ഹിയർ. ഇങ്ങനെയുള്ള എക്സ്പ്രഷൻസിന്റെ കൂടെ നമ്മൾ പോയിന്റ് ഓഫ് ടൈമിന് മുന്നിൽ ഡെഫിനിറ്റ് ടൈം മുതൽ എന്ന് പറയാൻ വേണ്ടി സിൻസ് ഉപയോഗിക്കണം. ഓക്കെ, ഇനി നമ്മൾ അറിയേണ്ടേ വേർ വി ഡു നോട്ട് യൂസ് ഇറ്റ്. എവിടെ നമ്മൾ ഇത് ഉപയോഗിക്കുമെന്ന് പഠിച്ചു. ഇനി വേർ വി ഡു നോട്ട് യൂസ് ഇറ്റ്, എവിടെ നമ്മൾ ഉപയോഗിക്കില്ല. പ്ലീസ് സീ, വി ഡു നോട്ട് യൂസ് വിത്ത് സ്റ്റേറ്റീവ് വെർബ്സ്. സ്റ്റേറ്റീവ് വെർബ്സിന്റെ കൂടെ ഒരിക്കലും നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാൻ പാടില്ല. എന്താണ് സ്റ്റേറ്റീവ് വെർബ്സ്? ഒരു സ്റ്റേറ്റിനെ കുറിക്കുന്ന വെർബ്സുകളാണ് സ്റ്റേറ്റീവ് വെർബ്സ്. അവിടെ ആക്ഷൻ വേർഡുകൾ, ആക്ഷനെ നമുക്ക് കാണാൻ പറ്റൂല. ഇപ്പൊ ലൈക്ക് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുക. ഇഷ്ടപ്പെടുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണ്, നമുക്ക് കാണാൻ കഴിയില്ല, ഒരു സ്റ്റേറ്റ് വെർബാണ്. ഫീൽ എന്ന് പറഞ്ഞാൽ അനുഭവപ്പെടുക, തോന്നുക. അതൊരു നമുക്കൊരു നേരിട്ട് കാണാൻ പറ്റുന്ന ഒരു പ്രോസസ് അല്ല. ഇങ്ങനെയുള്ളതാണ് സ്റ്റേറ്റീവ് വെർബ്സ്. പ്ലീസ് സീ, ഐ ഹാവ് ബീൻ നോയിങ് ജോൺ ഫോർ 2 years. ഐ ഹാവ് ബീൻ നോയിങ് ജോൺ, എനിക്ക് ജോണിനെ അറിയാം. ഫോർ 2 years തെറ്റാണ്. നോ എന്നത് സ്റ്റേറ്റീവ് വെർബാണ്. അതിനെ നമ്മൾ ING ഫോമിൽ ഉപയോഗിക്കാൻ പാടില്ല. അതെങ്ങനെ കറക്റ്റ് ചെയ്യണം? ഐ ഹാവ് നോൺ ജോൺ ഫോർ 2 years. ദാറ്റ്സ് എ റൈറ്റ് പോയിന്റ്. I have known, not I have been knowing. He has been liking this book all his lifetime. ഇവിടെ നോക്കൂ, ലൈക്ക് ഒരു സ്റ്റേറ്റീവ് വെർബാണ്, ഒരു സ്റ്റേറ്റ് വെർബാണ്, ഒരു കണ്ടീഷൻ ആണ്. അവിടെ നമ്മൾ അതിനെ ING ഫോമിൽ ഉപയോഗിക്കാൻ പാടില്ല. He has liked, not has been liking ഉപയോഗിച്ചുകൂടാ. He has liked this book. That is correct. Okay, നിങ്ങൾ ഓർക്കുക, ഇതെല്ലാം എന്താണ്? സ്റ്റേറ്റീവ് വെർബുകളാണ്. ദ സ്റ്റുഡൻസ് ഹാവിന്റ് ബീൻ അണ്ടർസ്റ്റാൻഡിങ്. അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല, മനസ്സിലാക്കുക. അതൊരു സ്റ്റേറ്റീവ് വെർബാണ്. അത് അണ്ടർസ്റ്റാൻഡിങ് ING ഫോമിൽ ഉപയോഗിക്കാൻ പാടില്ല. അത് എങ്ങനെ കറക്റ്റ് ചെയ്യണം? സ്റ്റുഡൻസ് ഹാവിന്റ് അണ്ടർസ്റ്റുഡ് ദിസ് ക്ലാസ്. ഹാവിന്റ് അണ്ടർസ്റ്റുഡ്. നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഫോറും സിൻസും പ്രസന്റ് പെർഫെക്റ്റിലും ഉപയോഗിക്കുമെന്ന്. ഇങ്ങനെയുള്ള സ്റ്റേറ്റീവ് വെർബുകൾ പറയുമ്പോൾ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റിലുള്ള വാചകങ്ങളോടൊപ്പം സിൻസും ഫോറും ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾ എന്താണ് ഓർത്തിരിക്കുക. ഇനി ഈ ടെൻസിൽ വരാറുള്ള ചില മിസ്റ്റേക്കുകൾ ഉണ്ട്. സാധാരണ നമ്മൾ പലരും ചെയ്യാറുള്ള വരുത്താറുള്ള മിസ്റ്റേക്കുകൾ എന്താണെന്ന് നോക്കൂ. ഐ ആം വർക്കിംഗ് ഹിയർ സിൻസ് 2018. ഇവിടെ സിൻസ് എന്ന് പറയുന്ന വേർഡാണ് വന്നിട്ടുണ്ട്. അത് സിൻസിങ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് സിൻസ് ഏതിലെ ടൈം വേർഡ്സ് ആണ്? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ ഉപയോഗിക്കുന്ന ടൈം വേർഡ് ആണ്. ഇവിടെ ഐ ആം വർക്കിംഗ് ആണ് വന്നിരിക്കുന്നത്. അവിടെ ഹാവ് ബീൻ വർക്കിംഗ് എന്ന് പറഞ്ഞാലേ കറക്റ്റ് ആവുള്ളൂ. ആം വർക്കിംഗ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആണ്, പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. അവിടെ നമ്മൾ സിൻസും ഫോർ ഉപയോഗിക്കില്ല. ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ സിൻസ് 2018. അവിടെ ഹാവ് ബീൻ വർക്കിംഗ് വരണം. വേറെ സെന്റൻസ് നോക്കൂ. യു ഹാവ് ബീൻ ലിവിംഗ് ഹിയർ സിൻസ് 3 years. സിൻസ് കഴിഞ്ഞിട്ട് ഇവിടെ എന്താ 3 years ആ വന്നേക്കുന്നത്. നമ്മൾ പറഞ്ഞു സിൻസിന്റെ എന്തിന്റെ മുന്നിലാ സിൻസ് വരുന്നേ? പോയിന്റ് ഓഫ് ടൈം, ഡെഫിനിറ്റ് ടൈം. ഇവിടെ 3 years എന്ന് പറയുന്നത് ഒരു പീരീഡ് ആണ്. പീരീഡിന് മുന്നിൽ ഫോർ ഉപയോഗിക്കണം. ഓക്കെ, എന്നാൽ എങ്ങനെ കറക്റ്റ് ചെയ്യണം? യു ഹാവ് ബീൻ ലിവിംഗ് ഹിയർ ഫോർ 3 years.
For 3 years എന്ന് കറക്റ്റ് ചെയ്യണം. They have been understanding this lesson. ഇവിടെ നോക്കൂ, ഇവിടെ they have been understanding. നമ്മൾ പറഞ്ഞു അണ്ടർസ്റ്റാൻഡിങ് ഒരു സ്റ്റേറ്റീവ് വെർബാണ്. അതിനെ നമ്മൾ അങ്ങനെ കണ്ടിന്യൂസ്ലി ഉപയോഗിക്കില്ല. എങ്ങനെ പറയണം? They have understood the lesson. അങ്ങനെ ഉപയോഗിക്കേണ്ടി വരും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമ്മളിവിടെ പ്രസന്റ് ടെൻസുകളെല്ലാം പഠിച്ചു കഴിഞ്ഞു. ആദ്യം നമ്മൾ പഠിച്ചത് പ്രസന്റ് ടെൻസിനെ കുറിച്ച് പറഞ്ഞു. നമ്മൾ 4 തരമുണ്ട്. ഒന്നെന്താണ്? സിമ്പിൾ പ്രസന്റ് ആണ്. സിമ്പിൾ പ്രസന്റ് വെർബുകൾക്ക് 2 രൂപമാണ്. അതായത് എസ് ചേർന്ന രൂപവും എസ് ചേരാത്ത രൂപവും. അതാണ് എക്സാമ്പിൾ, he wears hat, they wear hats. സിമ്പിൾ പ്രസന്റിൽ ഒരു കാര്യം പറഞ്ഞാൽ അതിന്റെ അർത്ഥം ചെയ്യാറുണ്ട്, ശീലം, പെർമനന്റ് ആക്ഷൻ, ചെയ്യാറുണ്ട് എന്ന് പറയാനാണ് നമ്മൾ ഉപയോഗിക്കുക. ചെയ്യാറുണ്ട്, പോകാറുണ്ട്, വരാറുണ്ട്, തിന്നാറുണ്ട്, കുടിക്കാറുണ്ട്, എഴുന്നേൽക്കാറുണ്ട്, ഇങ്ങനെ പറയാനാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കുക. എസ് ചേർന്നതും എസ് ഇല്ലാത്തതും. രണ്ടാമത് നമ്മൾ പറഞ്ഞ പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. പ്രസന്റ് കണ്ടിന്യൂസിൽ വെർബുകൾക്ക് 3 രൂപമാണ്. ആം പ്ലസ് ഐ എൻ ജി, ആർ പ്ലസ് ഐ എൻ ജി, ഈസ് പ്ലസ് ഐ എൻ ജി. ഈ പ്രസന്റ് കണ്ടിന്യൂസ് ഒരു വാചകം പറഞ്ഞത് അതിന്റെ അർത്ഥം പ്രവൃത്തി തുടരുകയാണ്, പഠിക്കുകയാണ്, എഴുതുകയാണ്, ഓടുകയാണ്, കുളിക്കുകയാണ്, പഠിക്കുകയാണ്, ഇങ്ങനെയൊക്കെ പറയാനാണ് നമ്മൾ ഉപയോഗിക്കുക. ഐ ആം വിയറിംഗ് ദിസ് ഹാറ്റ്, ഇപ്പോൾ തുടരുകയാണ്. ഹി ഈസ് വിയറിംഗ് ഹാറ്റ്, they are wearing hats today. ഇവിടെ നമ്മൾ ഇപ്പോൾ തുടരുന്ന കാര്യങ്ങളാണ് പ്രസന്റ് കണ്ടിന്യൂസിൽ ഉപയോഗിക്കുക. പ്ലീസ് റിമെമ്പർ. നെക്സ്റ്റ് മൂന്നാമത് നമ്മൾ പറഞ്ഞ പ്രസന്റ് പെർഫെക്റ്റ് ആണ്. പ്രസന്റ് പെർഫെക്റ്റിൽ എന്താ? വെർബിന്റെ 2 രൂപമാണ്. ഹാസ് പ്ലസ് V3, ഹൗ പ്ലസ് V3. ഇതിലൊരു സെന്റൻസ് ഒരു സ്ട്രക്ചർ ഉപയോഗിച്ചാൽ അതിന്റെ അർത്ഥം പൂർത്തിയാക്കിയിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്, പോയിട്ടുണ്ട്, വന്നിട്ടുണ്ട്, കഴിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ്. He has already worn that cat. He has already worn that hat. They have just worn hats. ഇങ്ങനെ പറയാൻ പറ്റും. ഓക്കെ, അടുത്ത നമ്മൾ പറഞ്ഞ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് നമ്മൾ പറഞ്ഞു ഹാസ് ബീൻ പ്ലസ് ഐ എൻ ജി, ഹൗ ബീൻ പ്ലസ് ഐ എൻ ജി. ഇതിലൊരു സെന്റൻസ് പറഞ്ഞാൽ അതിന്റെ മലയാളം എന്താണ്? കഴിഞ്ഞ ഒരു സമയത്ത് തുടർന്ന് ഇപ്പോഴും തുടരുക എന്നാണ്. ഇവിടെ വെർബുകൾക്ക് 2 രൂപമാണ്. has been plus ing, have been plus ing. Dear friends, ഈ വീഡിയോ നിങ്ങൾ വീണ്ടും വീണ്ടും കാണുക. ഈ പറഞ്ഞ ടിപ്സുകൾ ഓർത്തു വെച്ചാൽ ടെൻസുകൾ പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഓക്കെ, താങ്ക് യു.